ഇൻവെസ്റ്റിഗേഷനിൽ നിന്നും കാറിന്റെ ബ്രേക്കിന് തകരാറുണ്ടായിരുന്നു എന്നും അങ്ങനെയാണ് ആക്സിഡന്റ് ഉണ്ടായതെന്നും യാങ്ഷിക്ക് മനസ്സിലാകുന്നു. അതേസമയം മിൻയാങ് തൻ്റെ സഹോദരിക്ക് കാർ ഡ്രൈവ് ചെയ്യാൻ കൊടുക്കുന്നതിന് തൊട്ടു മുൻപ് കാർ സർവീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാർ സർവീസ് ചെയ്ത ആരോ അവിടെ എന്തോ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. യാങ്ഷിക്കും അങ്ങനെ തോന്നിയിരുന്നു. അവൾ പറഞ്ഞു അവൾ കുറേ ദിവസമായി കാർ സർവീസ് ചെയ്ത ആ മെക്കാനിക്കിനെ അന്വേഷിക്കുകയായിരുന്നു. സത്യം അറിയണമെങ്കിൽ അയാളെ നേരിട്ട് തന്നെ കാണണം. മിനിയാങ് അവളോട് പറഞ്ഞു, നീ എന്നോട് പ്രോമിസ് ചെയ്യണം നീ ഒറ്റയ്ക്ക് എവിടെയും പോകില്ല എന്ന്. നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് ഈ കാര്യം കണ്ടുപിടിക്കാം. പിന്നീട് മിനിയാങ് യാങ്ഷിയെ തൻ്റെ സഹോദരി എഴുതി വെച്ച വിൽപത്രമൊക്കെ കാണിക്കുന്നു. എല്ലാത്തിലും മിനിയാങ്ങിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. മിനിയാങ് പറഞ്ഞു, ആദ്യം എനിക്ക് നിന്നെ നല്ല സംശയം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ രണ്ടുപേരുടെ ലക്ഷ്യം ഒന്നാണ്. ഇനി ഞാൻ നിന്നിൽ നിന്നും ഒന്നും ഒളിക്കുന്നില്ല. ഇനി നമുക്ക് രണ്ടുപേർക്കും കൂടി നിന്റെ സഹോദരനെയും എൻ്റെ സഹോദരിയെയും കൊന്നത് ആരാണെന്ന് കണ്ടുപിടിക്കണം. യാങ്ഷി ചോദിച്ചു, സിസ്റ്റർ എന്തിനാണ് ഇത്രയും നേരത്തെ ഈ വിൽപത്രമൊക്കെ റെഡിയാക്കി വെച്ചത്? മിനിയാങ് പറഞ്ഞു, അത് നമ്മുടെ അമ്മാവൻ കാരണമാണ് അവൾ അങ്ങനെ ചെയ്തത്. ആ അമ്മാവൻ നമ്മുടെ കമ്പനി തട്ടിയെടുക്കാൻ മുൻപ് ശ്രമിച്ചിരുന്നു. അതുകൊണ്ടാണ് സിസ്റ്റർ അങ്ങനെ ചെയ്തത്. അച്ഛനും അമ്മയും മരിച്ചപ്പോൾ നമ്മുടെ കമ്പനി അമ്മാവൻ തട്ടിയെടുത്തിരുന്നു. ഇനി ആ തെറ്റ് വീണ്ടും ആവർത്തിക്കാതിരിക്കാനാണ് എൻ്റെ പെങ്ങൾ അങ്ങനെ ചെയ്തു വെച്ചത്. പിന്നീട് യാങ്ഷിയും മിനിയാങ്ങും കൂടി കാർ സർവീസ് ചെയ്ത മെക്കാനിക്കിനെ കണ്ടുപിടിച്ചു. ഇവരെ കണ്ട ഉടനെ തന്നെ ആ മെക്കാനിക്ക് ഓടിക്കളഞ്ഞു. പക്ഷെ മിനിയാങ് അവനെ ഓടിച്ചിട്ട് പിടിച്ചു. പെട്ടെന്നാണ് അവിടേക്ക് ഒരു അപരിചിതനായ ഒരാൾ കടന്നു വന്നത്. അയാളുടെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നു. അയാൾ ആ മെക്കാനിക്കിനെ കൊല്ലാനായാണ് വന്നത്. മിനിയാങ് അയാളുമായി ഫൈറ്റ് ചെയ്തു. പക്ഷേ അയാൾ കത്തി ശക്തിയായി മെക്കാനിക്കിന് നേരെ വീശി. യാങ്ഷി അയാളുടെ അടുത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. മിനിയാങ്ങിന് മനസ്സിലായി യാങ്ഷിയുടെ ജീവൻ അപകടത്തിലാണ് എന്ന്. അവൻ ഉടനെ തന്നെ അവൾക്കൊന്നും പറ്റാതിരിക്കാൻ അങ്ങോട്ടേക്ക് ഓടിപ്പോയി യാങ്ഷിയുടെ മുന്നിൽ പോയി നിന്നു. അവൻ അങ്ങനെ യാങ്ഷിയെ രക്ഷിച്ചു. പക്ഷേ കത്തി മിനിയാങ്ങിൻ്റെ ദേഹത്ത് കൊണ്ടു. കത്തി കൊണ്ടത് കാരണം അവന് നല്ലോണം മുറിവേറ്റിരുന്നു. യാങ്ഷി വല്ലാതെ പരിഭ്രാന്തിയായി. പിന്നീട് അവനെ എങ്ങനെയൊക്കെയോ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഭാഗ്യത്തിന് മിനിയാങ്ങിന് ഒന്നും സംഭവിച്ചില്ല. മിനിയാങ് അപകടനില തരണം ചെയ്തിരുന്നു. യാങ്ഷി അവൻ്റെ കൂടെ തന്നെ ഉണ്ട്. സിസി തൻ്റെ അങ്കിളിനെ കാണാൻ വന്നിരുന്നു. അവൻ ചോദിച്ചു, അങ്കിൾ കുഴപ്പമൊന്നുമില്ലല്ലോ, ഓക്കെ അല്ലേ? അങ്കിൾ വേഗം തന്നെ വീട്ടിലേക്ക് മടങ്ങി വരണം, എന്നാലേ ഞാൻ ആൻറ്റിയുടെ രണ്ടാമത്തെ സീക്രട്ടും പറഞ്ഞു തരുള്ളൂ. യാങ്ഷി പറഞ്ഞു, മോനെ അങ്കിൾ ഇപ്പോൾ വിശ്രമിക്കട്ടെ, നീ പോയി എഴുതുകയോ വായിക്കുകയോ ഒക്കെ ചെയ്യൂ കേട്ടോ. ഇത് കേട്ട് സിസി അവിടുന്ന് പോയി. മിനിയാങ് യാങ്ഷിയോട് പറഞ്ഞു, നിന്റെ ചേട്ടൻ്റെ ആർട്ട് ഗാലറിയിൽ പോയാൽ നമുക്ക് ഒരുപാട് തെളിവുകൾ കിട്ടും. അതുകൊണ്ട് നമുക്ക് അവിടേക്ക് പോകണം. യാങ്ഷിയും ഓക്കെ നമുക്ക് പോകാമെന്ന് പറയും. മിനിയാങ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി തൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. പിന്നീട് 3 പേരും കൂടി ഇരുന്ന് TV-യിൽ ന്യൂസ് കാണുകയായിരുന്നു. അപ്പോഴാണ് യാങ്ഷിയുടെ ചേട്ടൻ്റെ ആർട്ട് ഗാലറിയിൽ തീപിടുത്തം ഉണ്ടായി എന്ന ഒരു വാർത്ത കണ്ടത്. ഇത് കണ്ട യാങ്ഷിയും മിനിയാങ്ങും ഓടി അവിടെ എത്തി. പക്ഷെ അപ്പോഴേക്കും യാങ്ഷിയുടെ ചേട്ടൻ്റെ ആർട്ട് ഗാലറി ഒരു തെളിവ് പോലും ബാക്കി വെക്കാതെ മുഴുവനും കത്തി നശിച്ചിരുന്നു. ഇവരുടെ തെളിവൊക്കെ നശിപ്പിക്കുന്ന ആരോ ഒരാൾ ഇവരുടെ പിറകെ തന്നെയുണ്ട്. ആരാണ് അയാൾ? ഇന്ന് യാങ്ഷിയുടെ പിറന്നാളാണ്. സിസി ആൻറ്റിയെ ബർത്ത്ഡേ വിഷ് ചെയ്യുന്നത് കണ്ടപ്പോഴാണ് മിനിയാങ്ങിന് ഇന്ന് യാങ്ഷിയുടെ പിറന്നാളാണ് എന്ന് മനസ്സിലായത്. അന്ന് രാത്രി മിനിയാങ്ങും സിസിയും ചേർന്ന് അവളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു. മിനിയാങ് യാങ്ഷിക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തു. അത് അവൾക്ക് അവളുടെ ചേട്ടനും ചേട്ടത്തിയമ്മയും കൂടി മുൻപ് കൊടുത്ത സെയിം ഡോൾ തന്നെയായിരുന്നു ഗിഫ്റ്റായി കൊടുത്തത്. മിനിയാങ് പറഞ്ഞു, ഇനി മുതൽ ഞാൻ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും. എനിക്ക് നിന്നോടുള്ള സ്നേഹം ഒരിക്കലും കുറയുകയുമില്ല. ഇതൊക്കെ കേട്ടിട്ട് യാങ്ഷി വല്ലാതെ കരഞ്ഞു. ഇത് കണ്ട് സിസി പറഞ്ഞു, അങ്കിൾ നിങ്ങൾ വീണ്ടും എൻ്റെ ആൻറ്റിയെ കരയിപ്പിക്കുകയാണോ? മിനിയാങ് പറഞ്ഞു, അതിന് ഞാൻ നിൻ്റെ ആൻറ്റി ഒന്നും ചെയ്തിട്ടില്ല. യാങ്ഷി അപ്പോൾ സിസിയോട് പറഞ്ഞു, മോനെ അങ്കിൾ എന്നെ ഒന്നും പറഞ്ഞ് വിഷമിപ്പിച്ചിട്ടില്ല. ഞാൻ കുറച്ച് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിച്ച് കരഞ്ഞു പോയതാണ്. സിസി പറഞ്ഞു, അങ്കിൾ ഇത്തവണ ഞാൻ മാപ്പ് തന്നിരിക്കുന്നു. ഇനി ഒരു തുള്ളി കണ്ണുനീർ എൻ്റെ ആൻറ്റിയുടെ കണ്ണിൽ നിന്നും അങ്കിൾ കാരണം വീഴരുത്. മിനിയാങ് പറഞ്ഞു, ഓക്കെ കുട്ടി രാജാവേ, നീ പറഞ്ഞതുപോലെ തന്നെ ഞാൻ അനുസരിക്കാം. അങ്ങനെ 3 പേരും കൂടി യാങ്ഷിയുടെ ബർത്ത്ഡേ അടിപൊളിയായി ആഘോഷിച്ചു. പെട്ടെന്നാണ് മിനിയാങ്ങിൻ്റെ ഫോണിൽ ഒരു അൺനോൺ പേഴ്സൻ്റെ മെസ്സേജ് വന്നത്. ആ അൺനോൺ പേഴ്സൺ ഒരു ഫോൺ നമ്പറാണ് മെസ്സേജ് ആയിട്ട് അയച്ചിരുന്നത്. ആ നമ്പറിലേക്ക് മിനിയാങ് ഫോൺ വിളിച്ചപ്പോൾ ആ ഫോൺ അവരുടെ വീട്ടിൽ നിന്ന് തന്നെ റിങ് ചെയ്യുന്ന ശബ്ദം അവർ കേട്ടു. അവരാകെ ടെൻഷനിലായിപ്പോയി. മിനിയാങ് പറഞ്ഞു, നീ സിസിയെ ശ്രദ്ധിക്കൂ, ഞാൻ പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് അവൻ പോയി. യാങ്ഷി അവൻ പറഞ്ഞത് കേൾക്കാതെ അവൻ്റെ പിറകെ തന്നെ പോയി. രണ്ടാളും ഡ്രസ്സിംഗ് റൂമിൽ ഒരു ബോക്സ് കണ്ടു. ഈ ബോക്സ് കണ്ട ഇവർ ഇതിൻ്റെ ഉള്ളിൽ ബോംബാണെന്ന് വിചാരിച്ചു. പക്ഷേ പേടിച്ച പോലെ അതിൽ ബോംബ് അല്ലായിരുന്നു, പകരം ഒരു പെൻഡ്രൈവാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ആ
ആ പെൻഡ്രൈവിൽ ഒരു വീഡിയോ ഫയൽ ഉണ്ടായിരുന്നു. അതിൽ യാങ്ഷിയുടെ ബ്രദർ മിനിയാങ്ങിന്റെ സഹോദരിയെ ബോധം കെട്ട അവസ്ഥയിൽ ആർട്ട് ഗാലറിയിൽ നിന്നും പുറത്തേക്ക് വലിച്ചു കൊണ്ടുവരുന്നതാണ് കാണിക്കുന്നത്. ഇത് കണ്ട യാങ്ഷി ആകെ ഷോക്കായിപ്പോയി. മിനിയാങ് പറഞ്ഞു, നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ ആദ്യം ഈ വീഡിയോ റിയൽ ആണോ ഫേക്ക് ആണോ എന്ന് കണ്ടുപിടിക്കട്ടെ. യാങ്ഷി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ചേട്ടൻ എപ്പോഴും ഒരു നല്ല വ്യക്തിയാണ് എന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ വീഡിയോ കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എൻ്റെ ചേട്ടൻ വാസ്തവത്തിൽ ചേട്ടത്തിയെ കൊന്നതാണെങ്കിൽ ഞാൻ ഇനി എങ്ങനെ സിസിയുടെ മുഖത്ത് നോക്കും? അവൾ ഇതും പറഞ്ഞ് കരയാൻ തുടങ്ങി. മിനിയാങ് അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് നമ്മൾ രണ്ടാളും ഇൻവെസ്റ്റിഗേഷൻ ഉപേക്ഷിക്കാൻ വേണ്ടി ആരോ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. പിറ്റേ ദിവസം രാവിലെ മിനിയാങ് ഓഫീസിൽ പോകാൻ തുടങ്ങിയപ്പോൾ യാങ്ഷി അവനൊരു സ്മാർട്ട് കാർഡ് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഉപയോഗിച്ച് സിസി എവിടെയാണ് ഉള്ളതെന്ന് കറക്റ്റ് ലൊക്കേഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. പിന്നെ അവൾ മിനിയാങ്ങിനോട് സ്വയം സൂക്ഷിക്കണമെന്നും ഒറ്റയ്ക്ക് എവിടെയും പോകാൻ പാടില്ല എന്നും പറയുന്നു. മിനിയാങ് തിരിച്ച് അവളോടും ഒറ്റയ്ക്ക് എവിടെയും പോകരുത്, വീട്ടിൽ തന്നെ ഇരിക്കണമെന്നും പറയുന്നു. പിന്നീട് അവൻ ഓഫീസിലേക്ക് പോയി. പിന്നീട് മിനിയാങ് അസിസ്റ്റന്റിനോട് പറഞ്ഞിട്ട് വീടിന്റെ മുഴുവൻ ലോക്കും ചേഞ്ച് ചെയ്യിപ്പിക്കുന്നു. വീട്ടിനുള്ളിൽ ആരും അതിക്രമിച്ച് കടക്കാതിരിക്കാനാണ് അവൻ അങ്ങനെ ചെയ്തത്. ഇപ്പോൾ മിനിയാങ് വളരെ ടെൻഷനിലാണ് ഇരിക്കുന്നത്. ആരാണ് അവരുടെ പിറകെ ഉള്ളത് എന്നാണ് അവൻ ഇപ്പോൾ ചിന്തിക്കുന്നത്. അവൻ ഓഫീസിൽ ഇരിക്കുമ്പോൾ സിസിയെക്കുറിച്ചും യാങ്ഷിയെക്കുറിച്ചും ഓർമ്മ വന്ന് ഭയങ്കര ടെൻഷൻ ആവുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ അവരെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിച്ച് എല്ലാം ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനിടയിൽ അസിസ്റ്റന്റ് വന്ന് അവനൊരു ഗ്ലാസ് കോഫി കൊടുക്കുകയാണ്. കുറച്ചു കഴിഞ്ഞ് മിനിയാങ് ഉറങ്ങിപ്പോയി. വിചിത്രമായ കാര്യം, കോഫി കുടിച്ച് മിനിയാങ് ഉറങ്ങിപ്പോയതാണോ? ആ കോഫിയിൽ എന്തെങ്കിലും കലർത്തിയിട്ടുണ്ടോ? 2 മണിക്കൂർ കഴിഞ്ഞ് ഉറക്കമെണീറ്റ് അവൻ ഓഫീസിൽ നിന്നും ഇറങ്ങി. വഴിയിൽ അവൻ ഒരു പൂക്കടയിൽ കയറി യാങ്ഷിക്ക് കൊടുക്കാനായി പൂവൊക്കെ വാങ്ങിച്ചു. അവൻ വീട്ടിലെത്തി നോക്കിയപ്പോഴാണ് യാങ്ഷി അവിടെ ഇല്ല, അവളെ ആരോ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി എന്ന് അവന് മനസ്സിലായി. സിസി അവിടെ വാഷ്റൂമിൽ കിടന്ന് കരയുകയായിരുന്നു. ആരാണ് യാങ്ഷിയെ തട്ടിക്കൊണ്ടുപോയത്? മിനിയാങ്ങിന് യാങ്ഷിയെ രക്ഷിക്കാൻ കഴിയുമോ? മുന്നോട്ട് ഇനി എന്തൊക്കെയാണ് നടക്കുക? ഫ്രണ്ട്സ്, ലാസ്റ്റ് പാർട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എല്ലാവരും മിസ് ചെയ്യാതെ കാണണേ. വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും ചാനൽ സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം.